മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളിയ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകുമെന്ന് DGP വ്യക്തമാക്കി. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ പോലീസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളിയതാണ്. ആരായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചിട്ടില്ല. ഈ ഹൈക്കോടതി ഉത്തരവ് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലുള്ള ഉത്തരവുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പോലീസ് റിപ്പോർട്ട് കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണം അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം, കുന്തം, കുടച്ചക്രം തുടങ്ങിയ വാക്കുകളാണ് വലിയ വിവാദമായതും പിന്നീട് മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ട സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ആ സാഹചര്യത്തിലായിരുന്നു പിന്നീട് ബൈജു നോയൽ അവിടെ പോലീസിൽ പരാതി നൽകിയത്. ആദ്യം പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് FIR ഇട്ടതും പിന്നീട് കേസ് അന്വേഷിക്കുകയും ചെയ്തത്. പക്ഷേ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഭരണഘടനാ വിരുദ്ധമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം. മാത്രമല്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അതിന്റെ വസ്തുതകൾ പരിശോധിച്ചില്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാരനായ ബൈജു നോയലിന്റെ പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത്. അതായത് ഫോറൻസിക് പരിശോധന നടത്തിയില്ല, പ്രധാനപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഹർജിയുടെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്തു. ഇത് ഹൈക്കോടതി സ്ഥിരീകരിക്കുകയും CBI അന്വേഷണം വേണമെന്നായിരുന്നു ബൈജു നോയലിന്റെ ഹർജിയിലെ അപേക്ഷ. എന്നാൽ CBI അന്വേഷണം എന്ന ആവശ്യം നിരസിച്ചുകൊണ്ടാണ് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരന്വേഷണമായി നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നതും ഉത്തരവിടുകയും ചെയ്യുന്നത്. അങ്ങനെ ഉത്തരവിട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഒടുവിൽ നിർണായക തീരുമാനമുണ്ടാകുന്നത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറിക്കൊണ്ട് ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും ചെയ്യുകയാണ്. വിനീത.